മുഖത്ത് തണുത്ത നനവിൻ്റെ തുള്ളികൾ ചിതറി വീണ് കൈലാസ്നാഥ് കണ്ണു തുറന്നു. താൻ എവിടെയെന്നറിയാൻ അയാൾ കൈകൾ വായുവിൽ പരതി. പിന്നെ കൈകൾ താഴേക്ക് കൊണ്ടുവന്നു. ഇറ്റാലിയൻ മാർബിൾ പാകിയ നനുത്ത തറയിൽ അയാളുടെ കൈത്തണ്ടയും വിരലുകളും സ്പർശിച്ചു. നിലത്ത് കിടക്കുകയാണ്. കഴിഞ്ഞ സംഭവങ്ങൾ അയാൾ ഓർമ്മിക്കാൻ ശ്രമിച്ചു. സിത്താര മഹാദേവൻ തൻ്റെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന ഓർമ്മ മനസ്സിലേക്ക് ഉൾക്കിടലം പോലെ എത്തി. അത് സംഭവിച്ചതായിരുന്നോ അതോ മദ്യലഹരിയിൽ തനിക്ക് തോന്നിയതായിരുന്നോ? എങ്ങനെ മുറിയിൽ ഇരുട്ടായി? മുറിയിൽ തന്നെയാണോ താൻ? അതോ രക്തരക്ഷസായി വന്ന സിത്താര തന്നെ ഏതോ പാതാളത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടിരിക്കുകയാണോ? മൾബറി ഹൗസിൽ ഇരുട്ട് വരുവാൻ ഒരു കാരണവും അയാൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. മരിച്ചു മണ്ണടിഞ്ഞ് അസ്ഥികൾ കൂടി ദ്രവിച്ചു തുടങ്ങിയ സിത്താര മഹാദേവൻ എങ്ങനെ തൻ്റെ മുന്നിലെത്തി? കൈലാസ്നാഥ് നിലത്ത് കൈകൾ പരുതി പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മുറിക്കുള്ളിലെ ഒരു ഫാൻസി ബൾബ് തെളിഞ്ഞു. അസ്തമയ സൂര്യനിൽ നിന്നുള്ള ദുർബലമായ മഞ്ഞ വെളിച്ചം പോലെ ഒരു പ്രകാശം മുറിയിൽ വ്യാപിച്ചതും എഴുന്നേൽക്കാനാഞ്ഞ കൈലാസ്നാഥ് നടുങ്ങി തറയിൽ തന്നെ കിടന്നു. മുറി തൻ്റെ കിടക്കറ തന്നെ. അയാൾക്ക് മനസ്സിലായി. പാദസരങ്ങളുടെ കിലുക്കം അയാൾ തൻ്റെ തലയ്ക്കു പിന്നിൽ കേട്ടു. ഞരമ്പുകളിൽ ചോരയ്ക്ക് പകരം ശീതക്കാറ്റ് പാഞ്ഞു തുടങ്ങി. പാലപ്പൂക്കളുടെ മണം മുറിയിൽ വ്യാപിച്ചതായി അയാൾക്ക് തോന്നി. ശിരസ് പിന്നോട്ട് ഞെളിച്ചപ്പോൾ വെള്ളയുടുത്ത സ്ത്രീരൂപം ഒഴുകി വരുന്നത് കണ്ടു. അവളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിക്കുന്നില്ലെന്ന് തോന്നി. ഒഴുകി വരികയാണ്. അവൾ അയാൾ കിടന്നതിന് സമീപത്തു കൂടി തെന്നി നീങ്ങി ഉടലിനരികെ അയാൾക്ക് അഭിമുഖമായി നിന്നു. സിത്താര മഹാദേവൻ. കൈലാസ്നാഥിന് അലറി നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നാവ് പൊന്തുന്നില്ല. പിടഞ്ഞെണീറ്റ് മേശവലിപ്പിൽ നിന്ന് റിവോൾവർ എടുത്ത് അവളുടെ നേർക്ക് തിരുത്തിരാ നിറയൊഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൈക്കാലുകൾ അനക്കാൻ പോലുമാകാതെ കോച്ചി വിറങ്ങലിച്ചു. സിത്താര അയാളുടെ നേർക്ക് അല്പം കുനിഞ്ഞു. അയാൾ തൻ്റെ കൈപ്പടങ്ങൾ നിവർത്തി മുഖം മറച്ചു. വിരലുകൾക്കിടയിലൂടെയുള്ള കാഴ്ചയിൽ അവളുടെ കണ്ണുകളിൽ വൈരപ്പൊടി തിളങ്ങുന്നത് അയാൾ കണ്ടു. എൻ്റെ അച്ഛനെ കൊല്ലിച്ചതാരാ? കൈലാസ്നാഥിന് നാവനക്കാൻ കഴിയുന്നില്ല. ഉത്തരം പറയാനില്ലെങ്കിൽ മരണം നിശ്ചയം. ഞാനല്ല, കൈലാസ്നാഥ് വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. കൊന്നത് ആരാണെന്നല്ല ചോദ്യം, കൊല്ലിച്ചത് ആരാണെന്നാ. മരിച്ചവർക്ക് മനസ്സും അലിവും ഇല്ലെന്നറിയാലോ. കൊല്ലിച്ചത് ഞാനാ. ആരെക്കൊണ്ട് കൊല്ലിച്ചു? ജയിൽ ഐ ജി ദീപക് മേത്തയെ കൊണ്ട്. എങ്ങനെ? മഹാദേവൻ നമ്പ്യാരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത മരുന്നുകൾ ജയിലിൽ എത്തിച്ചു കൊടുത്തില്ല. ജയിൽ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടും മരുന്നുകൾ വാങ്ങിക്കൊടുത്തില്ല. ഹൈ ബിപിയും ഹൈ ലെവൽ ഷുഗറും വന്ന് അയാൾ ജയിലിൽ തളർന്നു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുതെന്ന് ജയിൽ ഐ ജിയുടെ ഉത്തരവുണ്ടായിരുന്നു. രോഗം കലശലായി. ഒടുവിൽ കാർഡിയക് അറസ്റ്റ് വന്ന് നമ്പ്യാർ മരിച്ചു. വിക്കി വിക്കി കൈലാസ്നാഥ് പറഞ്ഞൊപ്പിച്ചു. എന്തു കുറ്റത്തിനാണ് അച്ഛനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്? കുറ്റമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ഏജൻറ്റ് കോലാലംപൂരിൽ പോയിട്ട് അവിടുന്ന് നമ്പ്യാർക്കെതിരെ ഒരു തട്ടിപ്പ് കേസ് ഉണ്ടാക്കി. അതിൻ്റെ ഡീറ്റെയിൽസ് പോലീസ് കമ്മീഷണർ അമർനാഥിന് ഇമെയിൽ ചെയ്തു. കൂടാതെ ഫോൺ വിളിച്ചിട്ടും പരാതി നൽകി. മരണഭീതിയുണർത്തിയ വേവലാതിയിൽ കൈലാസ്നാഥ് പറഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും നാക്കു കുഴഞ്ഞിട്ട് വാക്കുകൾ വ്യക്തമായില്ല. അമർനാഥിനും ദീപക് മേത്തയ്ക്കും എന്തു കൊടുത്തു? സിത്താര എല്ലാം അറിയുന്ന പോലെ ചോദിച്ചു. 50 ലക്ഷം വീതം. എങ്ങനെ കൊടുത്തു? കാഷായിട്ടോ അതോ ചെക്കായിട്ടോ? കാഷായിട്ട് കൊടുത്തു. അതെങ്ങനെ അക്കൗണ്ട് ചെയ്തു? അമർനാഥിന് അയാളുടെ ഫാദർ ഇൻ ലോയുടെ അക്കൗണ്ടിലേക്കും ദീപക് മേത്തയ്ക്ക് ബ്രദർ ഇൻ ലോയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. കൈലാസ്നാഥ് തനിക്കും ഈ പ്രേതാത്മാവിനും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യജീവിയുടെ സഹായം കിട്ടുമോ എന്നറിയാൻ നാലുപാടും ചിതറിപ്പതറി നോക്കി. ആരും സഹായിക്കാൻ വരില്ല. എല്ലാവരെയും ഞാൻ മയക്കി കിടത്തി. പ്രേതങ്ങൾക്ക് അങ്ങനൊരു കഴിവുണ്ട്. സിത്താര തണുത്തു. നിർവികാരമായ ഒച്ചയിൽ പറഞ്ഞു. കൈ ഒന്നുയർത്തി കാണിച്ചാൽ മതി. എത്ര വലിയ ഭീകരനും മയങ്ങി താഴെ വീഴും. ഇനി കെട്ടിടത്തിൽ നിന്ന് പോകണം. അവരൊക്കെ കണ്ണു തുറന്ന് എണീക്കണമെങ്കിൽ. അതെല്ലാം ശരിയാണെന്ന് കൈലാസ്നാഥ് വിചാരിച്ചു. മരിച്ചുപോയ സിത്താര മഹാദേവൻ തനി സ്വരൂപത്തിൽ പ്രേതമായി മുന്നിൽ വന്ന് നിന്നുകൊണ്ടാണ് പറയുന്നത്. ആരെങ്കിലും വേഷം കെട്ടി അഭിനയിക്കുന്നതാണോ എന്നൊരു ചെറിയ സംശയത്തിൽ അയാൾ അവളെ അംഗപ്രത്യംഗം നോക്കി. സിത്താര തന്നെ. ഒരു മാറ്റവുമില്ല. പൊടുന്നനെ മൃഗം മുരളുന്ന പോലെ അവൾ മുരണ്ടു. എന്നെ സംശയിക്കുന്നോ? ഞാൻ ഈ കൈകൊണ്ട് ഒറ്റയടി അടിച്ചാൽ നിന്റെ തലച്ചോറ് ഇവിടെ ചിതറും. കൈലാസ്നാഥ് ഉടനെ കണ്ണുകളിറുക്കി അടച്ചു. എന്നോട് നീ ചെയ്തതൊക്കെ എനിക്കറിയാം. എന്നെ മയക്കുമരുന്ന് തന്ന് എൻ്റെ സ്വബോധം നഷ്ടപ്പെടുത്തി. ആ അവസ്ഥയിൽ എന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അർദ്ധബോധാവസ്ഥയിൽ എന്നെ കൊണ്ട് പ്രമാണങ്ങളിൽ ഒപ്പിടുവിച്ചു. എന്നെ തിരുച്ചിറപ്പള്ളിയിൽ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിൽ അടച്ചു. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച എന്നെ ആരൊക്കെയോ ചേർന്ന് പിടികൂടി കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ഒടുവിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. എൻ്റെ ഡെഡ് ബോഡി റെയിൽ പാളത്തിനു കീഴിൽ ഉപേക്ഷിച്ചു. ഇതെല്ലാം നിങ്ങളുടെ കൂടി അറിവോടെ തന്നെ നടന്ന സംഭവങ്ങളല്ലേ? കൈലാസ്നാഥ് കണ്ണുമിഴിച്ചു. ഇതെല്ലാം സിത്താര മഹാദേവന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. മറ്റൊരാൾ എത്ര തന്മയത്വമായി ആൾമാറാട്ടം നടത്തിയാലും ഈ വിവരങ്ങളൊന്നും അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല. ഈ മൾബറി ഹൗസ് സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെൻ്റെ അച്ഛനെ കൊന്നത്? അതെ. നമ്പ്യാർ അത് വിൽക്കാൻ ശ്രമിച്ചു. ഞാനത് തടയാൻ ശ്രമിച്ചു. നടന്നില്ല. എന്നെക്കൊണ്ട് മുക്തിയാർ ഒപ്പിടുവെച്ച് വാങ്ങിയത് ആരുടെ പേരിലേക്കാണ്?
കുഞ്ഞമ്മയുടെയോ ചെറിയച്ഛൻ്റെയോ? മയക്കുമരുന്നിൻ്റെ പിടിയിലായിരുന്നതുകൊണ്ട് എനിക്കത് ശരിക്കും ഓർമ്മ വരുന്നില്ല. സിത്താര അയാളുടെ നേർക്ക് ചുഴിഞ്ഞു നോക്കി. എൻ്റെ അടുത്ത ബന്ധുക്കളുടെ പേരിലേക്കല്ലാതെ പവർ ഓഫ് അറ്റർണി എഴുതാൻ പറ്റില്ലല്ലോ. ജയദേവൻ നമ്പ്യാരുടെ പേരിലേക്കായിരുന്നു, കൈലാസ്നാഥ് പറഞ്ഞു. പവർ ഓഫ് അറ്റോർണി എവിടെ? അത് ജയദേവൻ്റെ കൈവശം. അയാളുടെ പൊടുന്നനെ വെളിച്ചമണഞ്ഞു. ഒരു മേശം മറിഞ്ഞു വീണ ശബ്ദം മുറിയെ നടുക്കി. ആരോ ചങ്ങൽ വലിച്ചു നടക്കുന്ന ശബ്ദം കേൾക്കായി. എഴുന്നേൽക്ക്. സിത്താര അകലെ നിന്നുകൊണ്ടാണ് ആജ്ഞാപിക്കുന്നതെന്ന് കൈലാസനാഥിനും തോന്നി. അയാൾ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. എവിടെയാണ് മുക്തിയാർ സൂക്ഷിച്ചിരിക്കുന്നത്? ശബ്ദം തൊട്ടുമുമ്പിൽ. ഇവിടെ, എൻ്റെ ഷെൽഫിനുള്ളിൽ, കൈലാസ്നാഥ് പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു. കൈലാസ്നാഥ് നോക്കുമ്പോൾ സിത്താരയെ കാണാനില്ല. അയാൾ പേടിയോടെ തല പതിയെ പുറകോട്ട് തിരിച്ചു. തൊട്ടു പിന്നിൽ നിൽക്കുന്നു സിത്താര. അവളുടെ കൈവശം ഒരു വാൾ. ഹാളിലെ ചുവരുകളിൽ രാജഭരണകാലത്തെ വാളും പരിചകളും വിവിധ രൂപങ്ങളിലുള്ളവ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവയിലൊന്നാണ് അവളുടെ കൈവശമുള്ളതെന്ന് കൈലാസ്നാഥ് കരുതി. അയാൾ ഷെൽഫ് തുറന്ന് അതിനുള്ളിലെ ഡോക്യുമെൻ്റ് ലോക്കറിൽ നിന്ന് ഒരു ഫയൽ പുറത്തെടുത്തു. അതിനുള്ളിൽ പ്ലാസ്റ്റിക് ആവരണമിട്ട നിലയിലുള്ള പവർ ഓഫ് അറ്റോർണി പുറത്തെടുത്തു. എൻ്റെ നേരെ പിടിച്ചു കാണിക്ക്, സിത്താര ആജ്ഞാപിച്ചു. കൈലാസ്നാഥ് വിറച്ചുകൊണ്ട് അവളുടെ നേർക്ക് തിരിഞ്ഞ് പ്രമാണം അവളുടെ നേർക്ക് നീട്ടിക്കാണിച്ചു. സിത്താര അത് ഒന്ന് ഓടിച്ചു വായിച്ചു. തൻ്റെ അച്ഛനായ മഹാദേവൻ നമ്പ്യാരിൽ നിന്ന് നിയമാനുസൃതമായി തൻ്റെ പേരിലേക്ക് വന്നു ചേരേണ്ടതായ എല്ലാ വസ്തുവകളുടെയും ബാങ്ക് ബാലൻസിൻ്റെയും നടത്തിപ്പും ക്രയവിക്രയങ്ങളും തൻ്റെ ചെറിയച്ഛനായ ജയദേവൻ നമ്പ്യാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള മുക്തിയാർ. അത് താഴെയിട്, സിത്താര ആജ്ഞാപിച്ചു. കൈലാസ്നാഥ് പ്രമാണം താഴേക്കിട്ടു. സിത്താര മെല്ലെ പിന്നാക്കം മാറി. അവളുടെ പാദങ്ങൾ നിലത്ത് തൊടുന്നുണ്ടെന്ന് കൈലാസ്നാഥ് കണ്ടു. അവൾ ഒറ്റക്കുതിപ്പിന് തിരിച്ചാക്രമിക്കില്ല എന്നൊരു അകലം തോന്നിയതും കൈലാസ്നാഥ് പെട്ടെന്ന് തിരിഞ്ഞു. ഷെൽഫിനുള്ളിലെ ജ്യുവൽ ലോക്കറിൽ നിന്ന് റിവോൾവർ എടുത്തുകൊണ്ട് ഞൊടിയിടയിൽ സിത്താരയുടെ നേർക്ക് തിരിഞ്ഞു. ആദ്യത്തെ വെടി പൊട്ടും മുമ്പേ ലൈറ്റണഞ്ഞു. എങ്കിലും സിത്താരയുടെ രൂപം മനക്കണ്ണിൽ കണ്ട് അയാൾ തുരുതുരാ നിറയൊഴിച്ചു. പേടിപ്പെടുത്തും വിധം ഉഗ്രമായ സ്ഫോടന ശബ്ദമൊന്നും മുറിക്കുള്ളിലുണ്ടായില്ല. ഇരുട്ടിലൂടെ തിരിഞ്ഞാക്രമിക്കാൻ പാഞ്ഞെടുത്തേക്കാവുന്ന പ്രേതരൂപത്തെ സങ്കല്പിച്ച് അയാൾ മുറിയിലെമ്പാടും നിറയൊഴിച്ചു. തോക്കിലെ ബുള്ളറ്റുകൾ തീർത്ത് ഒടുവിൽ കാഞ്ചി വലിച്ചപ്പോൾ ഒരു ക്ലിക്ക് ശബ്ദം മാത്രം കേട്ടു. ഒരു പ്രേതത്തെ ആക്രമിക്കുമ്പോഴത്തെ ആവേശവും ഉത്തേജനവും കൊണ്ട് അയാൾ ശ്വാസം കിട്ടാത്ത വിധം കിതച്ചുകൊണ്ട് ചുമരിലേക്ക് ചാരി. ബ്ലഡ് പ്രഷർ അതിൻ്റെ പരമകാഷ്ഠയിലെത്തി. ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടപ്പോൾ അയാൾ മേശയ്ക്കടുത്തേക്ക് നീങ്ങി. അവിടെയാണ് ഔഷധങ്ങൾ. വീണ്ടും മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. സിത്താര വീണ്ടും കൺമുന്നിൽ. കൈലാസ്നാഥ് വീണ്ടും അവളുടെ നേർക്ക് തോക്ക് ചൂണ്ടി. ട്രിഗർ വലിച്ചെങ്കിലും ക്ലിക്ക് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ തോക്ക് അവളുടെ നേർക്ക് ആഞ്ഞെറിഞ്ഞു. അത് ലക്ഷ്യം തെറ്റി വായുവിലൂടെ പറന്ന് ചുമരിൽ ചെന്നിടിച്ച് താഴെ വീണു. കയ്യിലിരുന്ന വാൾ കൈലാസ്നാഥിന് നേരെ നീട്ടിക്കൊണ്ട് സിത്താര മുന്നോട്ട് ഓരോ ചൂട് വച്ചു. അത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിലുണ്ടായിരുന്ന ഐറ്റം ആയിരുന്നില്ല. കൈലാസ്നാഥ് രണ്ടു കൈയും നിവർത്തിപ്പിടിച്ച് അരുത് അരുത് എന്ന് കെഞ്ചിക്കൊണ്ട് പിന്നോക്കം നീങ്ങി. ഭിത്തിയിൽ മുതുകു ചെന്നിടിച്ച് അയാളുടെ വഴി അവസാനിച്ചു. ഈ മൾബറി ഹൗസിന് വേണ്ടി എൻ്റെ അച്ഛനെ കൊല്ലിച്ചവനല്ലേ നീ? ഞാൻ ഒരിക്കലും ഇതിന് അവകാശം പറയാതിരിക്കാൻ എന്നെ ഭ്രാന്തിയാക്കി കൊല്ലിച്ചവനല്ലേ നീ? ഇതിനകത്ത് തന്നെ നീയും മരിക്കണം. സിത്താര അയാളുടെ കണ്ണിന് നേർക്ക് വാൾ ചൂണ്ടിപ്പിടിച്ച് പതിയെ പാദങ്ങൾ പെറുക്കി വെച്ചു ചെന്നു. അത്യധികമായ ഭയവും ശ്വാസമുട്ടലും അസ്വസ്ഥതയും കൊണ്ട് നെഞ്ചു പൊത്തിപ്പിടിച്ച് കൈലാസ്നാഥ് ഭിത്തിയിലൂടെ താഴേക്ക് ഊർന്നു. മേശപ്പുറത്തിരിക്കുന്ന ഗുളികകൾക്കായി അയാൾ മുട്ടുകുത്തി ഇഴഞ്ഞു. മേശമേൽ പരതി പിടിച്ചു. വലത് കൈകൊണ്ട് മെഡിസിൻ ബോക്സിനായി തപ്പിത്തിരയുന്നതിനിടയിൽ അത് താഴെ വീണ് ഗുളികകളും മറ്റും ചിതറി. ഇടം കൈകൊണ്ട് നെഞ്ചു പൊത്തിപ്പിടിച്ച് മറ്റേ കൈകൊണ്ട് ഒരു ഗുളിക പരതിയെടുത്ത് വിറയ്ക്കുന്ന വിരലുകളാൽ അതിൻ്റെ പാക്കിംഗ് നീക്കുന്നതിനിടയിൽ അയാൾ മുന്നോട്ട് കമിഴ്ന്നു വീണു. ചാകുന്ന മൃഗത്തിൻ്റെതായ ഒരു ഞരക്കം അയാളിൽ നിന്ന് ഞെരിഞ്ഞു പുറത്തു വന്നു. കൈക്കാലുകൾ കോച്ചി വലിഞ്ഞു. സിത്താര പതിയെ പതിയെ പിന്നാക്കം പോയിക്കൊണ്ടിരുന്നു.